ഒരു ദിവസം ബീഫ് തിന്നാൻ എനിക്ക് അതിയായ ആഗ്രഹം. ഞാൻ എൻ്റെ ഉമ്മയോട് കാര്യം പറഞ്ഞു. അന്ന് ബീഫ് വാങ്ങാനുള്ള പണമൊന്നും ഉമ്മാൻ്റെ കയ്യിലില്ല. ഉമ്മ പറഞ്ഞു, എടാ നമുക്ക് പിന്നീട് വാങ്ങാം. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ വാശി പിടിച്ചു. എനിക്ക് ബീഫ് കിട്ടിയേ പറ്റൂ. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വെറും വിഫലമായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്, അതോർക്കണം. അതിനു മുമ്പൊരു കാര്യം, നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് തിരിച്ചു വരാം. ഉമ്മ കുറേ പറഞ്ഞു നോക്കി, പക്ഷേ ഞാൻ വിട്ടില്ല. കുരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് എൻ്റെ അയൽവാസി വീട്ടിൽ വരുന്നത്. ഉമ്മയോട് പറഞ്ഞു, ഇന്ന് ആചാര്യ വീട്ടിൽ മുടി കളച്ചിലാണ്, അവിടെ പോയാൽ ഇറച്ചി കിട്ടും. ഉമ്മ ഇത് കേട്ട ഉടൻ എന്നോട് പറഞ്ഞു, നീയൊന്ന് പോയി നോക്ക്, ആചാര്യ വീട്ടിൽ മുടികളച്ചിലാണ്, ഒരു പൊതി ഇറച്ചി കിട്ടിയാലോ. മുടികളച്ചൽ എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾക്കിടയിൽ പ്രസവിച്ച് 7 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുടി കളയും. സമ്പന്നരുടെ വീട്ടിലാണ് ഈ ചടങ്ങ് നടക്കുന്നതെങ്കിൽ അവിടെ ബീഫ് ഉണ്ടാവും, അതുപോലെ തന്നെ പോയാൽ ക്യാഷും കിട്ടും. ആചാര്യ നാട്ടിലെ സമ്പന്നനാണ്. ആചാര്യയുടെ മകൻ്റെ മുടികളച്ചിലാണ്. ആചാര്യ പേരക്കുട്ടിയുടെ മുടികളച്ചിലാണ്. ഞാനത് കേട്ട ഉടൻ ആചാര്യ വീട്ടിലേക്ക് ഓടി. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം ആചാര്യ വീട്ടിലേക്ക്. ഞാൻ നടക്കുകയല്ല ചെയ്തത്, ഞാൻ ഓടുകയാണ് ചെയ്തത്. ആചാര്യ വീട്ടിലെത്തി വീട് മുറ്റത്ത് കുറേ ആളുകളെ കണ്ടു. അതിൽ ഞാനിങ്ങനെ ആചാര്യ അന്വേഷിച്ചു. ആചാര്യ എന്നോട് പറഞ്ഞു, എടാ ഇറച്ചിയൊക്കെ കൊടുത്തു കഴിഞ്ഞ്, ഇനി ഇറച്ചിയൊന്നുമില്ല, നീ ഇപ്പോൾ പോ. നീ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കാം. പക്ഷെ എനിക്കറിയാം ആചാര്യ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പോയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. വീണ്ടും ആചാര്യ പറഞ്ഞു, നീ ഇപ്പോൾ പൊക്കോ, ഇറച്ചി ഉണ്ടെങ്കിൽ കൊടുന്നു തരും. ഇത് കേട്ടപ്പം ഞാൻ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇറച്ചിക്ക് വേണ്ടി അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ ആ ആഗ്രഹവും ഒന്നുമല്ലാതായി തീരുന്നു എന്ന് കണ്ടപ്പം എനിക്ക് അതിയായ സങ്കടം വന്നു. ഞാൻ പൊട്ടി കരയാൻ തുടങ്ങി. എൻ്റെ കരച്ചിൽ കേട്ട് ആചാര്യ ഭാര്യ എൻ്റെ അടുത്തേക്ക് വന്നു. ഭാര്യ പറഞ്ഞു, മോന് കരയണ്ട, ഞാൻ നോക്കട്ടെ, ആർക്കെങ്കിലും എടുത്തു വെച്ച ഇറച്ചിപ്പൊതി ഉണ്ടാവും, അത് ഞാൻ നിനക്ക് തരാം. അങ്ങനെ ഈ സ്ത്രീ അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ കവറും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ആ കവറിൽ ഇറച്ചിയുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ നിമിഷം അതായിരുന്നു. അത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഉമ്മയോടെ ഇത് നന്നായി കറി വെച്ച് തരാൻ പറയണം. ആ ഇറച്ചി കിട്ടി പുഞ്ചിരിയോടുകൂടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഞാനിങ്ങനെ അടുത്തടുത്ത് അടുക്കളയിൽ പോയി നോക്കും. ഉമ്മ ഇത് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്, ഇത് കറി വെക്കുന്നില്ല. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, കറിക്ക് ആവശ്യമായ സാധനങ്ങളില്ല, തക്കാളി വേണം, ഉള്ളി വേണം, ഇതൊന്നും നമ്മുടെ വീട്ടിലില്ല. എനിക്ക് ആരോ തന്ന ഒരു 100 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 100 രൂപ ഞാൻ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ട് നമുക്ക് സാധനം വാങ്ങാം. അപ്പോൾ ഉമ്മ ഒന്ന് ചിരിച്ചു. എന്നാൽ അങ്ങനെ ആവട്ടെ, നീ എന്നെ സാധനം കൊണ്ടുപോവാ, നമുക്ക് ഇപ്പം തന്നെ കറി വെക്കാം. രാത്രി ചോറ്റയ്ക്ക് മോനിക്ക് ഞാൻ ഈ കറി തരും. അങ്ങനെ ഓടിപ്പോയി സാധനങ്ങൾ കൊണ്ടുവന്നു. അന്ന് രാത്രി ബീഫ് കറിയും ചോറും. അതിന് എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് എപ്പോഴും ബീഫും ചിക്കനും കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്ന് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ബീഫ്, എപ്പോഴെങ്കിലും കിട്ടുന്ന ചിക്കൻ, അതുകൊണ്ട് തന്നെ അതിന് അതിയായൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബീഫോ ചിക്കനോ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ പെരുന്നാൾ വരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണം വരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നേർച്ചകൾ വരണം. അതുകൊണ്ട് തന്നെ അന്ന് ഇറച്ചിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. ആ അവസ്ഥയിലാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചത് അന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ നാം അറിയാതെ അത് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു കാര്യം അതിയായി ആഗ്രഹിക്കുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.